പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ബിജെപിയുടെ മൂന്നാം ഘട്ട പട്ടിക പുറത്ത്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ അമ്മ നോർത്ത് 24 പർഗാനാസിലെ പാനിഹത്തി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. തൃണമൂലിനെ പിഴുതെറിയാൻ ബിജെപിക്കൊപ്പം ചേർന്നുവെന്ന് രത്നദേവ് നാഥ് പറഞ്ഞു. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് പശ്ചിമബംഗാളിലും നടക്കാൻ പോകുന്നത്. ആർജിക്കർ സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. മമതാ ബാനർജി എത്രത്തോളം വലിയ പ്രതിരോധത്തിലായിരുന്നുവെന്ന്. അവിടെ നിന്ന് ഇപ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടാവുകയാണ്. എന്താണ് പശ്ചിമബംഗാളിൽ നിന്നുള്ള വിവരങ്ങൾ? പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെയാണ് ബിജെപി പുറത്തുവിടുന്നത്. 19 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. അതിനകത്താണ് ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ ക്രൂരമായ കൊലപാതകത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. രത്ന ദേബ്നാഥ് 24 പർഗാസിലെ പാനിഹത്തി മണ്ഡലത്തിൽ നിന്നായിരിക്കും മത്സരിക്കുക. ഇന്നലെയാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും വലിയ അഭ്യൂഹങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ അത് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും അടക്കം പ്രചരിച്ചിരുന്നു. ആ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അത് രത്ന ദേബ്നാഥ് ഇടം പിടിച്ചിരിക്കുന്നത്. ബിജെപിയുടെ ഭാഗമായി നിൽക്കുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് നേരെയുള്ള ചോദ്യം അത് സ്ഥാനാർത്ഥിയായി ഉന്നയിക്കുവാൻ വേണ്ടിയിട്ടാണെന്നും പശ്ചിമബംഗാളിൽ സ്ത്രീകൾ സുരക്ഷിതല്ല എന്ന് ആവർത്തിച്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് ഉദാഹരണമാണ് തങ്ങളുടെ മകളെന്നും ഇനി ഒരാൾക്കും ഇതുപോലെയുള്ള അവസ്ഥ ഉണ്ടാകരുതെന്നുമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം രത്ന ദേബ്നാഥ് പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും രൂക്ഷ വിമർശനമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം ഉയർത്തുന്ന സാഹചര്യമുള്ളത്. എന്തിനാണ് ബിജെപിയിൽ പോയത്? ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് ആ അമ്മ കണ്ടില്ലേ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉയർന്നത്. നാളെ മുതലായിരിക്കും പ്രചാരണ പരിപാടികൾ ആരംഭിക്കുക. എന്തായാലും മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ജനങ്ങൾ തങ്ങളെ അംഗീകരിക്കുമെന്നും മികച്ച രീതിയിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്നും രത്ന ദേബ്നാഥ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബിജെപിയുടെ മൂന്നാം ഘട്ട പട്ടിക നാളെ പുറത്തുവരും. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകി.